ബ്രില്യൻസ് അക്കാഡമിയുടെ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് പൊളിറ്റിക്കൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും TMA സെക്ഷനിലാണ് വരുന്നത്. പക്ഷേ എങ്കിലും നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പായി ഒന്നാമത്തെ ചാപ്റ്റർ എന്താണെന്നുള്ളത് കൃത്യമായി എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇതിന്റെ ബേസ് ആണ്. അതായത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ബേസ് ആയിട്ട് വരുന്ന ചാപ്റ്റർ ആണ് ഒന്നാമത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും. ഇപ്പോൾ ബേസ് അറിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്താണ് മൂന്നാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 1-2 ചാപ്റ്റർ എടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഷോർട്ട് ആക്കിയിട്ടേ എടുക്കുന്നുള്ളൂ. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. കാര്യം ജസ്റ്റ് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നോക്കാം. ഫസ്റ്റത്തെ ചാപ്റ്ററിന്റെ പേര് വരുന്നതാണ് മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. അതായത് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന, അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ രാഷ്ട്രമീമാംസ, രാഷ്ട്രതന്ത്രം എന്നീ പേരുകളിലാണ് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ സബ്ജക്റ്റിന്റെ മീനിങ് എന്താണ്, അതായത് അർത്ഥം എന്താണ്, അതുപോലെ തന്നെ സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സബ്ജക്റ്റിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട്, ഈ 2 കാര്യങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ മീനിങ് നോക്കുകയാണെങ്കിൽ എന്തിനെ കുറിച്ച് പഠിക്കുന്നതാണ് നമ്മുടെ ഈ സബ്ജക്റ്റ് അറിയോ? അതായത് നോക്കുകയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിനെ കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്നതിനുള്ളൊരു പഠന ശാഖയാണ് എന്ത്, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പൊളിറ്റിക്കൽ സയൻസ്? ഈസ് എ സ്റ്റഡി അബൌട്ട് ദി സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്. ഇതാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ചിലർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, നമ്മൾ പൊളിറ്റിക്സ് മാത്രം പഠിക്കുന്നതാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന്. അപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ രാഷ്ട്രത്തിനെ കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതിനുള്ളൊരു വിഷയമാണ് എന്ത്, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഈ സബ്ജക്റ്റ് നമ്മൾ 10th വരെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ളത് സോഷ്യൽ സയൻസിന്റെ ഒരു സബായിട്ടാണ് നമ്മൾ എന്ത് പഠിച്ചിട്ടുള്ളത്, പൊളിറ്റിക്കൽ സയൻസും പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ഓർത്ത് വെക്കുക, സോഷ്യൽ സയൻസിന്റെ ഒരു ഉപവിഷയമാണ് എന്ത്, പൊളിറ്റിക്കൽ സയൻസ്. ഇപ്പൊ 2 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. എന്താണ് മീനിങ്, രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചും പഠിക്കുന്നതിനുള്ള ഒരു വിഷയമാണ് എന്ത്, പൊളിറ്റിക്കൽ സയൻസ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഉപവിഷയമാണ് പൊളിറ്റിക്കൽ സയൻസ്. ഇനി ഏതൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴും ആ സബ്ജക്റ്റിന് ഒരു ഫാദർ ഉണ്ടാവും. അതായത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ പിതാവായി അറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. നമ്മൾ എന്തായാലും മുമ്പത്തെ കേട്ട് പരിചയമുള്ള ഒരു പേരായിരിക്കും അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം അരിസ്റ്റോട്ടിലാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, ഇപ്പോൾ ഒരു മീനിങ്, അതായത് എന്താണ് പൊളിറ്റിക്കൽ സയൻസ് എന്നും, രണ്ടാമത് നമ്മൾ നോക്കിയത് എന്താണ് ഈ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആരാന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. അതായത് എന്താണ് പൊളിറ്റിക്കൽ സയൻസിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് തൊഴിൽ സാധ്യതയെക്കുറിച്ചല്ല, പകരം ഈ സബ്ജക്റ്റ് പഠിക്കുന്നത് വഴി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് സ്കോപ്പ് പറയുന്നത്. അപ്പം അതിൽ നോക്കി നോക്കാം. റോൾ ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് എലമെന്റ്, അതായത് ഒരു രാഷ്ട്രം എന്താണെന്നും ആ രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണെന്നും ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഏത് സബ്ജക്റ്റ് പഠിക്കണം, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കണം. അതല്ലാതെ നമ്മൾ മറ്റൊരു വിഷയത്തിൽ പോലും എന്ത് ചെയ്യുന്നില്ല, രാഷ്ട്രം എന്താണോ ആ രാഷ്ട്രത്തിലെ ഘടകങ്ങളെ കുറിച്ചോ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. അപ്പം ഒന്നാമത്തെ സ്കോപ്പ് എന്താണ്, രാഷ്ട്രത്തെക്കുറിച്ചും ആ രാഷ്ട്രത്തിന്റെ ഘടകങ്ങളെ കുറിച്ചും മനസ്സിലാക്കണമെങ്കിൽ ഏത് സബ്ജക്റ്റ് പഠിക്കണം, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കണം. അതാണ് ഇതിന്റെ ഒന്നാമത്തെ സ്കോപ്പ്. രണ്ടാമത്തെ സ്കോപ്പ് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ഗവൺമെന്റ് ആണ്. ഇപ്പൊ ഒരു രാഷ്ട്രമാണെങ്കിൽ ആ രാഷ്ട്രത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടായിരിക്കും, പല ഫോമിലുള്ള ഗവൺമെന്റ് ഉണ്ടായിരിക്കും. പക്ഷെ എങ്കിലും ഒരു ഗവൺമെന്റ് ഉണ്ടായിരിക്കും. ആ ഗവൺമെന്റിനെ കുറിച്ചും ആ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ കുറിച്ചും, അതായത് ഫങ്ഷൻസിനെ കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടിയിട്ടും പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം രണ്ടാമത്തെ സ്കോപ്പ് എന്താണ്, ടു അണ്ടർസ്റ്റാൻഡ് ദ ഫങ്ഷൻസ് ഓഫ് ഗവൺമെന്റ്, രാഷ്ട്രത്തെ കുറിച്ച് പഠിക്കുന്നതിനും പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന വിഷയം ആവശ്യമാണ്. മൂന്നാമത്തെ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ലിബർട്ടി. അപ്പൊ ലിബർട്ടി എന്ന് പറയുന്ന വേർഡ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഫ്രഞ്ച് റവല്യൂഷന്റെ കാലഘട്ടത്തിൽ വളർന്നു വന്നിട്ടുള്ള ഒരു വാക്കാണ് എന്ത്, ലിബർട്ടി. ഇതിനർത്ഥം വ്യക്തി സ്വാതന്ത്ര്യം എന്നാണ്. ലിബർട്ടി എന്ന് പറഞ്ഞാൽ വ്യക്തി സ്വാതന്ത്ര്യം എന്നാണ്. അപ്പം വ്യക്തി സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിലും നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഈ ഒരു വിഷയം പഠിക്കേണ്ടത് അനിവാര്യമാണ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്, നമ്മുടെ സ്റ്റേറ്റും ഗവൺമെന്റും തമ്മിലുള്ള റിലേഷൻ എന്താണ്. ഇപ്പോൾ ഏതൊരു രാഷ്ട്രം എടുക്കുകയാണെങ്കിൽ ആ രാഷ്ട്രത്തിലൊക്കെ എന്തുണ്ടാവും, ഗവൺമെന്റ് ഉണ്ടായിരിക്കും. ആ രാഷ്ട്രവും ഗവൺമെന്റും തമ്മിൽ എന്ത് റിലേഷനാണ്, ഈ കാര്യം പഠിക്കണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന വിഷയം പഠിക്കേണ്ടത് അനിവാര്യമാണ്. ഇത്രയാണ് ഇതിന്റെ സ്കോപ്പ് വരുന്നത്. വളരെ സിമ്പിൾ പോയിന്റ് ആണ്. ഇത്രയും പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മൾ സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് അറിഞ്ഞിരിക്കണം എന്താണ് നമ്മുടെ സബ്ജക്റ്റ്, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് ഫസ്റ്റത്തെ ചാപ്റ്ററിൽ ഇത്ര കാര്യങ്ങളെ അറിയാനുള്ളൂ. കാരണം ബാക്കിയൊക്കെ എന്താണ്, ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ചാപ്റ്റർ അല്ല. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ബേസ് ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ബേസ് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇത്രയാണ് പറയാനുള്ളത്.